അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയാനുള്ളത്. അതായത് നമ്മുടെ ഉമ്മ പെങ്ങന്മാര്, സഹോദരിമാര് അവരനുഭവിക്കുന്ന പ്രസവ വേദന, അത് വല്ലാത്തൊരു വേദനയാണ്. മരണത്തിന്റെ പകുതി വേദനയാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും വേദന സഹിച്ചിട്ടാണ് ഓരോ സഹോദരിമാരും പ്രസവിക്കുന്നത്. എന്നാൽ ചില സഹോദരിമാർ അങ്ങനെയുള്ള വേദന സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് സിസേറിയൻ മതി, ഓപ്പറേഷൻ മതി എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷന് വിധേയരാകുന്നവരുണ്ട്. എന്നാൽ അവർക്ക് ഇപ്പോഴൊന്നും അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുകയില്ല. അതിൻ്റെ ഇഞ്ചക്ഷൻ അടിച്ചതിൻ്റെയും അവസാനം അത് തുന്നിച്ചേർത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് കാലക്രമേണയായിരിക്കും. കാരണം അല്ലാഹു തആല ഓരോന്നിനും ഓരോ വഴികൾ നൽകിയിട്ടുണ്ട്. അതിൽ ബുദ്ധിമുട്ടാകുന്ന സമയത്താണ് പല ആളുകളും ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്. അല്ലാഹു തആല എല്ലാ സഹോദരിമാരെയും ഇതുപോലെയുള്ള ഓപ്പറേഷനെ തൊട്ട്, സിസേറിയനെ തൊട്ട് കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഓരോ ആളുകളും ഈ പ്രസവ വേദന കുറയാൻ വേണ്ടി, നല്ല രീതിയിൽ പ്രസവിച്ചു വരാൻ വേണ്ടി പല തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. ചില ആളുകൾ സ്വലാത്ത് ചൊല്ലി നേർച്ചയാക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, അതുപോലെ തന്നെ നഫീസത്ത് മാല ചെല്ലാറുണ്ട്, ബഹുമാനപ്പെട്ട ഖാസിം വലിയുള്ളാഹിയുടെ പേരിൽ ഖുർആൻ ഓതി നേർച്ച ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരുപാട് നേർച്ചകളും മറ്റും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായ ഒരു വിഷയം കാണാനിടയായി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിച്ച, വളരെയധികം സ്നേഹിച്ച് ഒരുപാട് കിതാബുകളൊക്കെ എഴുതിയ വലിയ ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു. അവിടുന്ന് സ്വലാത്തുകളെയും മറ്റും കുറിച്ച് പറയാൻ വേണ്ടി ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും വലിയ മഹാനുമാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജവാഹിറുൽ ബിഹാർ എന്ന് പറയുന്ന കിതാബില് 4ഓളം വാള്യങ്ങളുള്ള കിതാബാണ്. ആ കിതാബിന്റെ 3ാമത്തെ വാള്യത്തില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഅല മുബാറക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ ചെരുപ്പ്, ആ ചെരുപ്പിനിക്കും ആ നഅല മുബാറക്കിന്റെ രൂപത്തിനിക്കും ഇന്ന് നമുക്ക് ഒരുപാട് രൂപങ്ങൾ വാങ്ങാൻ കിട്ടും. ഇതാണല്ലോ ബഹുമാനപ്പെട്ട നഅല മുബാറക്കിന്റെ രൂപം. ഇതുപോലെയുള്ള ഒരുപാട് രൂപങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് തന്നെ വളരെ വൃത്തിയുള്ള, ശുദ്ധിയുള്ള സാധനങ്ങളെ കൊണ്ട് ഈ രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ആ നഅല മുബാറക്കിനും ആ നഅല മുബാറക്കിന്റെ രൂപത്തിനും വലിയ പ്രത്യേകതകളും ബഹുമാനവും ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ഈ കിതാബിൽ പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നഅല മുബാറക്കിന്റെ രൂപത്തിനെ ഏതെങ്കിലും ഒരു പ്രസവ വേദനയെടുത്ത സ്ത്രീ അവരുടെ വലത് കൈയിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഅല മുബാറക്കാണ് എന്നുള്ള ആ ഒരു ആദരവോടെയും ബഹുമാനത്തോടെയും ആ നഅല മുബാറക്കിന്റെ ആ രൂപത്തിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ അവൾക്കുള്ള ആ പ്രസവ വേദന കുറഞ്ഞു കിട്ടുകയും സുഖപ്രസവം കിട്ടുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് പറയുമ്പോ എന്നെ ആരും കുറ്റപ്പെടുത്താനോ ഈ വീഡിയോക്ക് താഴെ ഇത് അന്ധവിശ്വാസമാണ് എന്ന് കമന്റ് ഇടാനും വരുന്നതിന് മുമ്പ്, ഇത് കിതാബിൽ ഉണ്ടോ എന്ന് സംശയമുള്ള ആളുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന ഉസ്താദുമാരെ കൊണ്ട് ഇതൊന്ന് ഉറപ്പിച്ചു നോക്കുക. എവിടെയെങ്കിലും കുതുബഖാനയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബുക്ക് സ്റ്റാളിലോ പോയിട്ട് ഈ കിതാബ് ഒന്ന് പരിശോധിച്ച് നോക്കുക, അതിൽ ഉണ്ടോ ഇല്ലേ എന്ന്. 3ാമത്തെ വാള്യത്തിൽ ഏകദേശം 183ാമത്തെ പേജിലായിട്ടാണ് ഇത് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. പേജ് ചിലപ്പോ വ്യത്യാസമുണ്ടായേക്കാം, വാള്യം വ്യത്യാസമില്ല, കിതാബ് വ്യത്യാസമില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ജവാഹിറുൽ ബിഹാർ എന്ന് പറയുന്ന കിതാബിന്റെ 3ാം വാള്യം. ഇത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ വാക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് കിതാബിൽ ഉണ്ട് എന്ന് പറയുന്ന നമുക്ക് ഇത് രേഖയാണ്. ഇത് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അവര് വെറുതെ പറയൂല. അവര് നമ്മൾ വിചാരിക്കുന്ന രൂപത്തില്, കിട്ടിയ രൂപത്തിൽ കിതാബ് അടിച്ചുവിടുക, ഇന്ന് പല ഗ്രന്ഥങ്ങളും അടിച്ചുവിടുന്നത് പോലെ അങ്ങനെ തോന്നിവാസം അടിച്ചുവിടുന്നവരല്ല പണ്ഡിതന്മാര്. അവർക്കുള്ള വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ് കിതാബുകൾ.
ആ കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ നഅ്ല മുബാറക്കിന്റെ രൂപത്തിനെ പ്രസവ വേദനയുള്ള സ്ത്രീ വലത് കൈയിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ അവൾക്ക് പ്രസവ വേദന ലഘുവായി കിട്ടും, സുഖപ്രസവം കിട്ടും എന്ന്. മാത്രവുമല്ല അതിന്റെ തുടർച്ചയായിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഇതൊക്കെയാണെങ്കിലും ഈ പ്രസവത്തിനുള്ള വേദന എന്നല്ല, ഏത് കാര്യവും അത് നടത്തിത്തരേണ്ടവൻ പടച്ച റബ്ബാണ്. പക്ഷെ ഇവിടെ നഅ്ല മുബാറക്കിന്റെ രൂപം കയ്യിൽ പിടിക്കുക എന്നുള്ളത് അത് ഒരു കാരണമാണ്. ഒക്കെ ചെയ്തു തരേണ്ടത് പടച്ച റബ്ബാണ്. ഇനി അത് സിസേറിയൻ ആണെങ്കിലും അത് നന്നായി ചെയ്തു തരേണ്ടവൻ പടച്ച റബ്ബാണ്, അത് ഡോക്ടറെ കൈവല്ല. അങ്ങനെ അല്ലാഹു അല്ലാതെ ഒരാൾക്കും സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. അങ്ങനെ വല്ലവർക്കും കഴിവ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമായിരുന്നു. അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അല്ലാഹുവിനിക്ക് മാത്രമാണ് സ്വന്തമായിട്ട് കഴിവുള്ളത്. ബാക്കിയുള്ളതൊക്കെ അല്ലാഹു തആല കൊടുക്കുന്ന കഴിവാണ്. പക്ഷെ എല്ലാത്തിനും ഒരു കാരണം അല്ലാഹു തആല വെച്ചിട്ടുണ്ടാകും. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരിക്കണമെങ്കിൽ അതിനൊരു കാരണം അല്ലാഹു തആല വെക്കുന്നുണ്ട്. ഒരാളുടെ രോഗം ശിഫയാകണമെങ്കിൽ മരുന്ന് കുടിക്കുക എന്നുള്ളൊരു കാരണം അവിടെ വെക്കുന്നുണ്ട്. ആ ഗുളികക്കോ അല്ലെങ്കിൽ ഈ ഡോക്ടർക്കോ ആണോ അത് സുഖമാക്കാനുള്ള കഴിവ്? ഒരിക്കലുമല്ല. അതൊക്കെ ഒരു കാരണമാണ്. അങ്ങനെയുള്ള ഒരു കാരണമാണ് ഇതും. ഒക്കെ ശിഫയാക്കുന്നതും ഈ ലോകത്ത് അല്ലാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അത് പടച്ച റബ്ബ് തന്നെയാണ്. അല്ലാഹുവിന്റെ കഴിവല്ലാത്ത ഒരു കഴിവും ഈ ലോകത്തിലില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹു തആല യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോ ആളുകളോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.